അയ്യൂബ് അവോഡി 18 വയസ്സ് മാത്രം പ്രായമുള്ള മൊറോക്കൻ ഇന്റർനാഷണൽ ആണ്. ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മാച്ച് കഴിഞ്ഞ ശേഷം ടോക്ക് ഓഫ് ദ ടൗൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. യൂറോപ്യൻ ജയൻസ് ആയിട്ടുള്ള ചെൽസി, ലിവർപൂൾ, ആർസണൽ ആൻഡ് PSG ഈ 4 പേരാണ് പുള്ളിയുടെ സിഗ്നേച്ചറിന് വേണ്ടി പിറകെ നടക്കുന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പം അതിനുള്ളൊരു വളരെ ബേസിക് ആയിട്ടുള്ള 3 കാരണങ്ങളും അതുപോലെ തന്നെ ഏത് ടീമിലാണ് പുള്ളി ലാൻഡ് ചെയ്യാൻ സാധ്യത ഉള്ളതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരൻ ഒത്തിരി പ്രസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളതാണ്. അതായത് 2-3 ഓപ്പോസിഷൻ പ്ലെയർ പ്രസ് ചെയ്യുന്ന സമയത്ത് പോലും സ്വന്തം ഗോളിനെ ഫേസ് ചെയ്തിട്ട് പുള്ളിക്ക് ഒരു ബോൾ റിസീവ് ചെയ്യാനും അത് കളക്ട് ചെയ്ത ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് സക്സസ്ഫുൾ ഫോർവേഡ് പാസുകൾ കളിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ ഫിസിക്കാലിറ്റി എടുത്ത് പറയുന്നതാണ്. 6.1 ആണ് പുള്ളിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഒത്തിരി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പോലും ഒരു ഫോർവേഡ് പാസുകൾ അതും 90+% ആക്യുറസിയിൽ പുള്ളി സക്സസ്ഫുൾ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതുമാണ്. രണ്ടാമത്തെ കാര്യം, പുള്ളി ടാക്ടിക്കലി ഒത്തിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളതാണ്. നമ്പർ 6 അല്ലെങ്കിൽ നമ്പർ 8 റോളിൽ പുള്ളിനെ കളിപ്പിക്കാൻ പറ്റും. ഒരു ഡിസ്ട്രോയർ ആയിട്ടും അതുപോലെ തന്നെ ഒരു പ്ലേ മേക്കർ ആയിട്ടും പുള്ളിനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫോർമേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 4-2-3-1 ഫോർമേഷനിൽ ഒരു ഡബിൾ പിവറ്റിലും അതുപോലെ തന്നെ ഒരു 4-3-3 ഫോർമേഷനിൽ ഒരു സിംഗിൾ പിവറ്റിലും നമുക്ക് പുള്ളിനെ കളിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ എടുത്ത് പറയേണ്ടതാണ് പുള്ളിയുടെ ലോങ് റേഞ്ച് പാസിംഗ്. അതായത് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ടീമിലൊക്കെ പുള്ളി ഒരു അടിപൊളി ഫിറ്റ് ആയിരിക്കും എന്നാണ്. മൂന്നാമത്തെ കാര്യം, പുള്ളി ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതും അതുപോലെ തന്നെ പുള്ളി ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതുമാണ് ഒരു ക്ലബിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ. കാര്യം ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസണിൽ ലില്ലിന്റെ കൂടെ പുള്ളി ഒരു 30+ ഗെയിംസ് ലീഗ് 1 കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ കഴിഞ്ഞ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ അതിനകത്ത് ഒരു സ്റ്റാൻഡ് ഔട്ട് പ്ലെയറും ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാലും നാളെ ആ പ്ലെയറിനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ക്ലബ്ബുകൾക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ ഏത് ക്ലബ്ബായിരിക്കും പുള്ളിയെ സൈൻ ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്കെങ്കിൽ 4 ക്ലബ്ബുകളാണ് പുള്ളിയുടെ പിറകെ ഇപ്പോൾ ഉള്ളത്. ഒന്ന് ലിവർപൂളാണ്. ലിവർപൂളിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തായാലും ഒരു സ്റ്റാർട്ടിംഗ് റോൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ലിവർപൂളിന് നെക്സ്റ്റ് സീസണിലെ ഫിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്കെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അടക്കം ഒരുപാട് ഗെയിംസ് വരുന്നുണ്ട്. അത്രയും ഗെയിംസൊക്കെ ഇത്രയും ചെറിയ പ്രായത്തിൽ പുള്ളിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡൗട്ട്ഫുൾ ആണ്. പിന്നെ ചെൽസി ആണുള്ളത്. ചെൽസിന്റെ കേസ് പറയുകയാണെങ്കിൽ എൻസോ ലീവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പുള്ളിക്ക് അവിടെ നല്ലൊരു അടിപൊളി പ്രൊജക്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്, എലോങ് വിത്ത് കൈസഡോ. പിന്നെ സാബി അലോൺസോനെ പോലുള്ള ഒരു അടിപൊളി മാനേജർ വരുന്നുണ്ട്. അപ്പം പുള്ളിക്ക് അവിടെ ത്രൈവ് ചെയ്യാൻ പറ്റേണ്ടതാണ്. പിന്നെയുള്ള ഓപ്ഷൻസ് PSG, ആർസണലാണ്. ഈ 2 ടീമിലും പുള്ളി പോയി കഴിഞ്ഞെങ്കിലും അവിടെ ഒരു അണ്ടർ സ്റ്റഡി ആയിട്ടായിരിക്കും പുള്ളി പെർഫോം ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ PSG കേസിൽ കുറച്ചുകൂടി ഡൗട്ട്ഫുൾ ആണ്. കാര്യം ലീഗ് 1 ലില്ലിന്റെ ഡയറക്റ്റ് ഓപ്പോസിഷൻ ആണ് PSG. അപ്പം സ്വാഭാവികമായിട്ടും ലില്ലിന് അവർക്ക് കൊടുക്കാനുള്ള താല്പര്യം കുറവുണ്ടാവും. അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് പ്രീമിയർ ലീഗ് ക്ലബ്സിനെ ആയിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് പുള്ളി ചെൽസിയിൽ പോട്ടെ എന്നുള്ളതാണ്. കാര്യം പുള്ളിക്ക് അതായിരിക്കും ഒരു നല്ല പ്രൊജക്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഐ തിങ്ക് ഹി വിൽ എൻഡ് അപ്പ് ഇൻ ആർസണൽ. കാര്യം ആർസണൽ ഓൾറെഡി ഒരു 60 മില്യൻ്റെ ബിഡ് വിട്ടിട്ടുണ്ട്. ഒരു കഴിഞ്ഞ ജാൻ 2025 തൊട്ടിട്ട് തന്നെ ഈ പുള്ളിനെ ആർസണൽ ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. താങ്ക് യു.